നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ രണ്ട് തെളിവുകളും വെച്ച് വിക്രമിനെ തളയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ബുദ്ധിമോശമാണ്. ഒരാളിന്റെ സഹായം കൂടി വേണം. വിശ്വസ്തനായ ഒരാളെ തന്നെ ഒപ്പം കൂട്ടണം. മനുഷ്യൻ ഇങ്ങനെ തീ തീറ്റിക്കണോ? അച്ഛനെത്തി. അച്ഛനിത് എവിടെ പോയതാ? വീട്ടുവാടകയും വെള്ളക്കരവും കറണ്ട് ചാർജും ഒക്കെ അടയ്ക്കാൻ പോയതാ. ഒന്നും കുടിശ്ശിക ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയാലോ. തൽക്കാലം ആരെയും കിട്ടാത്തതുകൊണ്ടാ ഞാൻ തന്നെ പോയത്. അച്ഛൻ എന്താ ഈ പറയുന്നേ? ഇതൊക്കെ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ പണം എന്റെ കയ്യിൽ തന്നിട്ട് കാര്യം പറഞ്ഞാ പോരെ? ഈ അവസ്ഥയിൽ അച്ഛനോട് പണം ചോദിക്കാൻ പ്രകാശേട്ടൻ എങ്ങനെ മനസ്സ് വരുന്നു? പണം ചോദിക്കാതെ പിന്നെ വന്ദനെ പിണക്കുന്നത് ബുദ്ധിയല്ല. തൽക്കാലം ഇതൊരു ഇഷ്യൂ ആക്കണ്ട. വന്ദനെ, അടുത്ത പ്രാവശ്യം മുതൽ എല്ലാ ബില്ലുകളും എന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പണം എടുത്ത് അടച്ചോളാം. അച്ഛനെ ഒരു തരത്തിലും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അമ്മ ബില്ലടയ്ക്കുന്ന കാര്യം തക്ക സമയത്ത് തന്നെ ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി. ശരി മോനെ. ഇപ്പൊ പ്രകാശിന് ഉത്തരവാദിത്തമൊക്കെ വന്നു തുടങ്ങിയില്ലേ? പ്രകാശിന്റെ വാക്കും പഴയ ചാക്കും ഒക്കെ ഒരുപോലെയാ. ഇപ്പൊ ഭംഗിവാക്ക് പറഞ്ഞെങ്കിലും സമയമാവുമ്പോ അവ ഒഴിഞ്ഞു മാറിക്കളയും. അങ്ങനെയൊന്നുമല്ല. ഇന്ന് ദിയമോളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പോയത് ആരാ? പ്രകാശ. ഈ പറയുന്ന ശരിയാണോടി? ശരിയാ. ഞാൻ പ്രകാശേട്ടനോടൊന്നും പറഞ്ഞൊന്നുമില്ല, തന്നെ തന്നെ ചെയ്തതാ. ആ, ശരിയായിരിക്കാം. ഈ മനം മാറ്റത്തിന് പിന്നിൽ അവനെന്തോ കാര്യലാഭമുണ്ട്. ഈ പ്രകാശന്റെ ഭാവവും പടുതിയൊക്കെ കാണുമ്പോ അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല. ആ, അതാ ഞാനും പറഞ്ഞത്. ഇതാ കുഴപ്പം. എന്റെ മോനൊന്ന് നന്നാവാൻ തീരുമാനിച്ചാലും ആരും അവനെ അംഗീകരിക്കില്ല. വന്ദനെ, നിനക്കിപ്പോ പ്രകാശിനെ കുറിച്ച് എന്താ തോന്നുന്നേ? മൊത്തത്തിൽ അവനൊന്നും മാറിയില്ലേ? വർഷ വെക്കുന്ന പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ടാ. വർഷയുടെ കയ്യിൽ നിന്നും അവൾ അറിയാതെ എടുത്തു മാറ്റിയ പാക്കറ്റ്. ഈ രണ്ട് തെളിവുകളും വെച്ച് വിക്രമിനെ തളയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ബുദ്ധിമോശമാണ്. ഒരാളിന്റെ സഹായം കൂടി വേണം. വിശ്വസ്തനായ ഒരാളെ തന്നെ ഒപ്പം കൂട്ടണം. അങ്ങനെ ആരാ ഉള്ളത്? ശ്യാം. വിക്രം ഒരു ഫ്രോഡാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വർഷയെ വിക്രമിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായ ആഗ്രഹമുള്ളവനാണ്. അവന്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും.
വന്ദനമ്മ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ. എനിക്കറിയാം വർഷാന്റിനെ കുറിച്ചല്ല ആലോചിക്കുന്നേ. അത് മോൾക്ക് എങ്ങനെ അറിയാം? വർഷാന്റി കിടന്നുറങ്ങുന്ന സ്ഥലത്തല്ലേ ഞാനിപ്പൊ കിടക്കുന്നേ. ആ സ്ഥലം കാണുമ്പോ വന്ദനമ്മ വർഷാന്റിനെ ഓർത്തു പോകുന്നതാ. വർഷാന്റി കമ്പനിയിലെ MD ആയോ? ഇല്ല മോളെ. MD ആവുമ്പോ നമുക്ക് പോയി കാണണം. എന്തു വെച്ചു വന്ദനമ്മേ? എന്തോ ഒരു വിഷമം. എനിക്കൊരു കഥ പറഞ്ഞേരോ? അപ്പൊ വന്ദനമ്മയുടെ വിഷമൊക്കെ മാറും. കഥയൊന്നും പറയാൻ ഇപ്പൊ വയ്യ മോളെ. വന്ദനമ്മയ്ക്ക് നല്ല തലവേദനയാ. മോൾ ഉറങ്ങിക്കോ. മോളെ പിണങ്ങിപ്പോയതായിരിക്കോ? പാവം. വന്ദനമ്മ കിടക്ക്. തലവേദന ആണെന്നല്ലേ പറഞ്ഞേ. എന്തായാലും ഞാൻ ഈ മരുന്ന് വരട്ടി തരാം. വന്ദനമ്മ കിടക്ക്. കിടക്ക് വന്ദനമ്മേ. ശോ. ഇന്ന് ദിയമോളമ്മ വന്ദനമ്മേന്റെ കുട്ടിയും. ഞാനൊരു കഥ പറഞ്ഞു തരാം. അത് കേട്ട് കേട്ട് എന്റെ മോൾ ഉറങ്ങണം കേട്ടോ. ശരി ദിയാമ്മേ. പണ്ടൊരു കാട്ടാളനുണ്ടായിരുന്നു. ആ കാട്ടാളന് നാമം ജപിക്കാൻ അറിയില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.